പറ്റാൻ ഗൈസ്. സുപ്രീം കോടതിക്കാണെങ്കിലും തെറ്റൊക്കെ പറ്റുന്നത് സ്വാഭാവികമാണല്ലോ. കഴിഞ്ഞ ദിവസം അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നറിയോ? ഡൽഹിയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5000-ഓളം തെരുവുനായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിലാക്കി അതിനെ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തെറ്റ്. എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത്? ഒരു ദിവസം ഏകദേശം 2000-ഓളം അടുപ്പിച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത്. ഇത് വന്നതിൽ പിന്നെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഏതാണ്ട് വലിയ അപരാധം സുപ്രീം കോടതി ചെയ്തത് പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഡൽഹിയിലെ വിട്, നമ്മൾ എത്ര വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്ത് അതുങ്ങളെയൊക്കെ ഇട്ട് ഓടിച്ച് വീടിന് ചുറ്റും കിടന്ന് ഓടുന്നത് ഇല്ലേ? പ്രായമായ ആൾക്കാരെ വരെ ഇല്ലേ? ബാക്കിയുള്ളവർ അതിനെയൊക്കെ തിരിച്ചടിക്കാനെങ്കിലും നിൽക്കും. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതുങ്ങളെയൊക്കെ ആക്രമിക്കുന്നതും പ്രായമായ ആൾക്കാരെ നിലത്തിട്ട് ഇങ്ങനെ കടിക്കുന്നതും, ഇത് ഒരെണ്ണം അല്ലല്ലോ വരുന്നത്, 3-4 എണ്ണമൊക്കെ ഒന്നിച്ചല്ലേ വരുന്നത്. ആക്രമിക്കുന്ന എത്ര വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തതുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഉള്ള ഈ തെരുവുനായ്ക്കളുടെ അത്ര പോലും വില നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും മനുഷ്യർക്കും ഒരു മനുഷ്യർക്കും ഇല്ലേ? നമ്മുടെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് എന്തിലേലും വിടുന്നു, ആ വിടുന്ന സമയത്ത് അതുങ്ങളെ പട്ടി കടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറേ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കരയുന്നു, ബഹളം വെക്കുന്നു. അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമഡി ഒരു കമൻ്റായിട്ട് വായിച്ചത്, പട്ടികളെ കാണാൻ നല്ല ഭംഗിയാണ് പ്രിയങ്ക ഗാന്ധി. പട്ടികളെ കാണാൻ നല്ല ഭംഗിയാണ് ഇല്ലെന്ന് ആര് പറഞ്ഞു? ആ പട്ടി നമ്മുടെ വീട്ടിലുള്ളവരെ കടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. മനസ്സിലായി? നമ്മുടെ വീട്ടിലെ നമ്മുടെ അയൽക്കാരെ നമ്മുടെ നാട്ടുകാരെ കടിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെ കാര്യമല്ല പറയുന്നത്. തെരുവിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം പോലും കറക്റ്റ് സമയത്ത് കിട്ടാതെ ഇങ്ങനെ പെറ്റി പെരുകി നടക്കുന്ന പട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ഇത്ര എണ്ണത്തിനെ സംരക്ഷിച്ചോളാം, ഇനി ആർക്കും ഒരു പ്രശ്നവും വരത്തില്ല എന്ന് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത്? പകരം ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്തു കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുറകെ നടന്ന് അന്നാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. കാണുന്ന എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയല്ലേ? കുറേ ആൾക്കാർ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡും ഒക്കെ കൊടുക്കുന്നത് അതും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്ന അല്ലെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അവരാരും നമ്മളെ കൂട്ട് സാധാരണ പോലെ ഒറ്റയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങാതെ കുറേ അംഗരക്ഷകരും അവരൊക്കെ ആയിട്ടാണ് മിക്കപ്പോഴും നടക്കുന്നത്. അവരെ ഒന്നും പട്ടി കടിക്കാറില്ല. പണ്ട് നമ്മൾ പറയത്തില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല രസമാണെന്ന്. അതേമാതിരി എല്ലായിടത്തും നടക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. ആ പ്രശ്നം നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അന്നേരം നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നാളെ നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.